ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സിമ്പിൾ ഡിന്നറാണ്. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ മെനു, രാത്രിക്ക് ഉണ്ടാക്കുന്ന ആഹാരം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചപ്പാത്തി, ചെറുപരിപ്പ് തുളിച്ചത്, പനീർ ബുർജിയാണ്, കുറച്ച് തൈരും. അതാണ് ഇന്നത്തെ കോംബോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് സാധാരണ മെഷർമെൻറ്റ് കപ്പൊന്നും എടുക്കാറില്ല. കാരണം കുറേ പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ട്, എപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് അളവറിയാം. കുറേ പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫാമിലിക്ക് എത്ര വേണം പൊടി എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് അത് അളന്ന് എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടി കേട്ടോ, ഗോതമ്പ് മാവ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ ഏകദേശം 1 കപ്പോളം തന്നെ വെള്ളം എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഞാനിതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാറില്ല, എണ്ണ ചില സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ, മിക്കപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കാറില്ല. എണ്ണ, ഡാൽഡ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല, നെയ്യോ അങ്ങനത്തെ ഒന്നും സാധനങ്ങൾ യൂസ് ചെയ്യാറില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായി ഏകദേശം ആവശ്യത്തിന് പൊടിയിലെല്ലാവിടെയും നനവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. പിന്നെ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. ഏകദേശം ഞാനൊരു 10 മിനിറ്റോളം കുഴച്ചെടുക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം പൊടിയിലൊക്കെ നന്നായിട്ട് നനഞ്ഞ് വരണം. ഇപ്പോൾ ഏകദേശം ഒരു കുഴയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റായി. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് കൈയുടെ ആ ഒരു ഉൾഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗം വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാൻ പോകണം. ഒരു 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് നമുക്ക് കൈയിനൊരു എക്സസൈസാണ്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല ഉണ്ണിക്കുട്ടൻ ബോളായിട്ട് വരും കേട്ടോ. കാണിച്ചു തരാം. 10 മിനിറ്റിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം കണ്ടോ, നല്ല ഉണ്ണിക്കുട്ടൻ മുട്ടക്കുട്ടിയായിട്ട് വന്നിട്ടില്ലേ. അപ്പം ഇത് ഞാൻ ഇനി ഒരു 8-10 മിനിറ്റ് അടച്ചു വയ്ക്കാൻ പോകണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കി വരുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തി ഒന്ന് റിലാക്സായി ഒന്ന് സെറ്റായിട്ട് വരും. ചപ്പാത്തിയല്ല, ചപ്പാത്തിയുടെ മാവ്, ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവ്, കുഴച്ച് വെച്ച മാവ് ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് കുടി ഉണ്ടാക്കുന്ന കറി ചെറുപരിപ്പ് തുളിച്ചതും പിന്നെ പനീർ ബുർജിയാണ്. ഞാനിവിടെ 1 പിടി ചെറുപരിപ്പ് നന്നായി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളി, 1 പിടി ചെറിയുള്ളി, ഒരു 3 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ പച്ചമുളക് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ 3 ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട വീഡിയോ ആണ്. ഒരു 4-5 ദിവസം മുമ്പ് ഞാൻ ഇട്ടിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ കണ്ടോളൂ. ലിങ്ക് ഇപ്പോൾ തെളിഞ്ഞ് വരുന്നുണ്ടാവും, കൊടുക്കാം. അപ്പോൾ ചെറുപരിപ്പ് ഏകദേശം ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ചെറിയുള്ളി കട്ട് ചെയ്തതും, വേണമെങ്കിൽ ഇതിലേക്ക് ഒരു വെളുത്തുള്ളി കട്ട് ചെയ്തത് 1-2 വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ, വേണമെങ്കിൽ അടച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. പിന്നെ നമുക്ക് ഇത് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പനീർ ബുർജിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ആ സമയം കൊണ്ട് ചെറുതായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തു, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് സവാള, കുറച്ച് തക്കാളി, കൈ കൊണ്ട് തന്നെ പനീർ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്ത റെസിപ്പിയാണ്. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം പനീർ ബുർജി. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ കുറച്ചൊരു 4 ചെറിയ വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ വെച്ചു, പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞ ഉടനെ കുറച്ച് കടുക്. ഇതും പനീർ ബുർജി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്ത റെസിപ്പിയാണ്, കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പനീർ ബുർജി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, പനീർ സബ്ജി ഷെയർ ചെയ്തിട്ടുണ്ട്, പനീറിൻ്റെ ഒരുപാട് ഡിഷസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പനീറിൻ്റെ ഡിഷസ് മാത്രം ഞാനൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണണം എന്നുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി, പ്ലേ ചെയ്താൽ മതി. ഓക്കെ, കുറച്ച് കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു. കടുക് പൊട്ടി കഴിഞ്ഞ ഉടനെ ഒരു നുള്ള ജീരകം, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് പോയി വന്ന ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ്, തക്കാളി, ക്യാപ്സിക്കം, സവാള ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് ആദ്യം ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് പോയി വരട്ടെ.
അപ്പം ചെറുപരിപ്പ് തുളിച്ചത് ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ക്യാപ്സിക്കവും തക്കാളി സവാളയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം എല്ലാം ആദ്യം ഒന്ന് മിക്സ് ചെയ്യാൻ കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ടിരിക്കണ കണ്ടില്ലേ. എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ഒന്ന് പകുതി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊന്ന് ചെറുപരിപ്പൊന്ന് നോക്കണേ എന്തായെന്നുള്ളത്, മറന്നു പോകരുത്. അപ്പം ചെറുപരിപ്പ് നന്നായി വെന്തു. ഞാൻ തീ ഓഫ് ചെയ്തു. അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ പോവും. ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇനി അടച്ച് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ചെറുപരിപ്പ് തുളിച്ചത് റെഡിയായി. കറിവേപ്പില ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ബാക്ക് ടു പനീർ ബുർജി. ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആക്ച്വലി പാവ് ഭാജി മസാലയാണ്. അപ്പോൾ പാവ് ഭാജി മസാല ഏകദേശം ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തായാലും പേടിക്കണ്ട, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ പനീർ ബുർജിയുടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതി ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു നുള്ളുകൂടെ ഞാൻ പാവ് ഭാജി മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ആ ഒരു ഫ്ലേവർ പോരാൻ തോന്നിയുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 100 ഗ്രാമോളം ഉണ്ട് പനീർ കേട്ടോ. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുത്തതാണ്. അതുകൊണ്ടാണ് ചിലതെല്ലാം കുഞ്ഞു കുഞ്ഞു പീസസാണ്, ചിലതെല്ലാം കുറച്ച് വലിയ പീസസാണ്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 സെക്കൻഡ് ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിലോട്ട് എനിക്ക് കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ, ആകെ 2 ഇല ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ ബുർജിയും റെഡിയായി. ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് എന്താ, ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുള്ളത് പരത്തിയെടുക്കുക, ചുട്ടെടുക്കുക, അത്രേ ഉള്ളൂ. പെട്ടെന്നായില്ലേ എല്ലാം. വളരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിന്നറാണ്. ഇപ്പോൾ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പൂരി എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, ഗോതമ്പ് പൊടി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്, ചപ്പാത്തി കല്ല് വെച്ചിട്ടുണ്ട്, അടിയിലൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട് പുറത്തൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ഈ ഞാൻ ചപ്പാത്തി പരത്തുന്ന കോല് ആക്ച്വലി കേക്കിന് യൂസ് ചെയ്യുന്ന ഫോണ്ടന്റ് റോളറാണ്. പക്ഷേ ഞാനിപ്പോൾ ചപ്പാത്തിക്കാണ് യൂസ് ചെയ്യുന്നത് സിലിക്കോൺ റോളറാണ് കേട്ടോ. അത് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കൊടുക്കാം. അപ്പം എവിടെയെങ്കിലും ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ 2 സൈഡും നമ്മൾ പൊടിയിട്ട് കൊടുക്കുക. എന്നിട്ട് വട്ടത്തിൽ തന്നെ മാക്സിമം പരത്താൻ നോക്കുക. എൻ്റെ മാക്സിമം കറക്റ്റ് വട്ടമൊന്നുമല്ല, പക്ഷെ എന്നാലും ഏകദേശം വട്ടമൊക്കെ ആവാറുണ്ട് മിക്കപ്പോഴും. ഇപ്പോൾ അതേമാതിരി ആദ്യത്തെ പരത്തി വെച്ചിട്ടുണ്ട്, അതേമാതിരി ബാക്കിയുള്ളതും പരത്താൻ പോവുകയാണ്. കണ്ടോ, ഈ ഒരു സൈസിലാണ് ഞാൻ ചപ്പാത്തിയുടെ മാവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും. ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് വേണം, അതിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ റഫ്ലി നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പം എവിടെയെങ്കിലും ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ എല്ലാ 2 സൈഡും ഒന്ന് പൊടിയിട്ട് തട്ടിയെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തുക. മാക്സിമം വട്ടത്തിൽ തന്നെ പരത്താൻ നോക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. കല്ല് ചൂടാക്കാൻ വെച്ചു. ഓൾറെഡി ഞാൻ ഉണ്ടാക്കി തുടങ്ങി. ഇപ്പോൾ 5-6 ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ കല്ല് ചൂടായിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ
നിങ്ങൾ കാണുന്ന ആദ്യത്തെ ചപ്പാത്തിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പരത്തി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ഗ്യാസിലാണ് ഞാൻ ചുട്ടെടുക്കാൻ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾമോസ്റ്റ് ഫുൾക്ക മാതിരി തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ മറ്റേ ഗ്യാസിലിട്ടിട്ടാണ്, അതുകൊണ്ട് അത് റെഡിയാക്കി വെക്കുക കേട്ടോ. ഇപ്പം നോക്കിയാൽ കാണാൻ പറ്റും, ചെറിയ ചെറിയ ബബിൾസ് വന്നിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്തതിൽ. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഈ സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് മറ്റേ സ്റ്റൗവിൽ ഡയറക്റ്റായിട്ട് ഇട്ട് പൊള്ളിച്ചെടുക്കാം. നല്ല പൊള്ളം വരുന്നു, പൂരി മാതിരി തന്നെ, എണ്ണയില്ലാത്ത പൂരിയായിട്ട് വരും കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. ഇപ്പം കണ്ടോ, വലിയ വലിയ ബബിൾസായി. ഞാൻ എന്താ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടു മറ്റേ ഗ്യാസ്. കണ്ടോ പൊങ്ങി വരണത് കണ്ടോ. അപ്പം എല്ലാ സൈഡും അതേപോലെ, ഒരു സൈഡ് മാത്രമേ ആവുള്ളൂ തോന്നുകയാണെങ്കിൽ എല്ലാ സൈഡും നീക്കി കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിലൊരു ചപ്പാത്തി പിടിക്കുന്ന ഒരു പക്കടി ഉണ്ട്, അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതെല്ലാവരുടെയും വാങ്ങാൻ കിട്ടും ഈ പക്കടിയൊക്കെ. കണ്ടോ, ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നന്നായി പൊള്ളിച്ച് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തി റെഡിയായി. ഒരു കാസറോളിലേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേമാതിരി ബാക്കിയുള്ള ചപ്പാത്തിയും ചുട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി എല്ലാം ആയി കഴിഞ്ഞു. ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇനി പനീർ ബുർജി ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ചെറുപരിപ്പ് തുളിച്ചത് റെഡിയായി. ഇനി സെർവ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഞാനൊരു പ്ലേറ്റിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ചപ്പാത്തി സെർവ് ചെയ്യുന്നുണ്ട് പ്ലേറ്റിലോട്ട്. കണ്ടോ, ഇത്ര സോഫ്റ്റ് ചപ്പാത്തിയാന്ന് നോക്കൂ. നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് രണ്ട് ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. എനിക്ക് ആക്ച്വലി ഹോട്ടൽ ചപ്പാത്തീസ് ഇഷ്ടമേ അല്ല കേട്ടോ. ശരിക്കും മാവ് കഴിക്കുന്ന പോലെ എനിക്ക് തോന്നാറുള്ളൂ. ഇതിലേക്ക് ഞാൻ നെയ്യോ ഡാൽഡയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാറില്ല. അല്ലാതെ തന്നെ നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി അഥവാ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങിയ ശേഷം കാസ്ട്രോളിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു എന്നാലേ ഉള്ളൂ. അല്ലാതെ ആഡ് ചെയ്ത് കൊടുക്കാറില്ല. പിന്നെ ഞാൻ കൂടെ ചെറുപരിപ്പ് തുളിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പനീർ ബുർജി. ഇത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കൂടി ഉള്ളതാണ് കേട്ടോ. ഇപ്പം 2 പേർക്കുണ്ട്. ഇപ്പോൾ ഒരാൾക്കുള്ളതാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് തൈര്, എനിക്കിപ്പോഴും ചപ്പാത്തിയുടെ കൂടെ കുറച്ച് തൈര് ഇഷ്ടമാണ്. കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നർ മെനു. അപ്പോൾ എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടാവും. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. കണ്ടോ, അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.